ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കിഡ്ഡീസുമായിട്ട് പോയിട്ടുള്ള ഒരു പ്ലേ ഏരിയയുടെ വിശേഷമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഷെയറും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. നമ്മളിവിടുന്ന് ഏകദേശം ഒരു വൈകുന്നേരമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞില്ലേ, ലിറ്റിൽ റെയിൻബോ എന്നുള്ള ഒരു പ്ലേ ഏരിയയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. മക്കളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർക്ക് അത്രയും സന്തോഷമാണ്. കുറേ ദിവസമായി അവർ പറയുന്നിങ്ങനെ ഈ ഒരു പ്ലേ ഏരിയയിലേക്ക് പോകണമെന്ന്. ഇത് നമ്മൾ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഈ പ്ലേ ഏരിയ വരുന്നത്. അപ്പോൾ നമ്മൾ അതിലേ പോകുമ്പോഴത്തേക്കും അവർക്ക് ഈ ലിറ്റിൽ റെയിൻബോ എന്നുള്ളത് കണ്ടിനായിരുന്നു. അങ്ങനെ അന്ന് കണ്ടത് മുതൽ പറയാൻ തുടങ്ങിയതാണ്. അതിന് ഇപ്പോഴാണ് സമയം വന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ കയറിയിട്ട് ലിറ്റിൽ റെയിൻബോയിൽ എത്തിയിട്ടുണ്ട്. മുമ്പ് ഇത് ഇവിടെ ഓഡിറ്റോറിയം ആയിരുന്നു. ഇപ്പോൾ അത് ചേഞ്ച് ആക്കിയിട്ട് പ്ലേ ഏരിയ ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ എത്തി. എൻട്രി ഫീ ഒക്കെ 1 ഹവറിന് ഒരു പേഴ്സണിന്, അതായത് ചെറിയ കുഞ്ഞുമക്കൾക്ക് 150, അതായത് 3 വയസ്സ് ആ പ്രായത്തിലുള്ള പിള്ളേർക്ക് 150, പിന്നെ 1.5 വയസ്സ് 1 വയസ്സിനുള്ളൊക്കെ ഉള്ളവർക്ക് 100 രൂപയാണ്. പിന്നെ അവിടെ കയറിയിട്ടാകുമ്പോഴത്തേക്കും ആണ് അറിയുന്നത് സോക്സ് വെയർ ചെയ്തേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന്. അങ്ങനെ മക്കൾക്ക് സോക്സും കാര്യവും പിന്നെ അവിടുത്തെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എൻട്രി ചെയ്തു. അതുപോലെ നമ്മൾ വലിയ ആളും അതിൻ്റെ അകത്ത് കയറുമ്പോൾ സോക്സൊക്കെ വെയർ ചെയ്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ. അങ്ങനെ അവരിതാ ഹാപ്പി, അവരുടെ മുഖത്ത് തന്നെ ഉണ്ട് അവരുടെ ഹാപ്പി, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബാക്കി 2 ആൾ മുമ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ കുട്ടി ഇപ്പോൾ ഫസ്റ്റാണ് ഈ ഒരു പ്ലേ ഏരിയയിലേക്ക് പോകുന്നത്. ഇങ്ങനെ പ്ലേ ഏരിയ ആയിട്ട് പോകുന്നത് ഫസ്റ്റാണ്. അപ്പോൾ അവൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അവനും കളിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പോവാൻ തന്നെ തീരുമാനിച്ചത്. നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷേ കളിക്കുന്ന സ്ഥലത്തൊന്നും മഴൻ്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഇത് അവിടെ എത്തി. ഇതൊക്കെയാണ് അവിടുത്തെ കളി സ്ഥലം. ആദ്യം ചെറിയ കുട്ടിക്ക് ഫസ്റ്റ് കയറിയ പാടെ പിന്നെ കയറാൻ മടിയായിരുന്നു. ഒരു മുഖമൊക്കെ ഇങ്ങനെ ആദ്യം ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഏതിൽ കയറണോ എന്തിൽ കയറണോ എന്നാൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒന്നിൽ പോകുന്നു മറ്റൊന്നിൽ പോകുന്നു, അങ്ങനെ ആയിട്ട് അവരുടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള സന്തോഷം. പിന്നെ ചെറിയ മോന് ബോൾ വിട്ടിട്ടൊരു കളിയില്ല. അങ്ങനെ ബോളിൻ്റെ അകത്തേ കയറിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ അവരുടെ കളിയും ചിരിയും, പിന്നെ അവർക്കൊരു സ്പെൻഡ് ചെയ്യാൻ ഒരു ടൈമല്ലേ നമുക്ക് അവരുടെ ഹാപ്പിനെസ് അല്ലേ വലുത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഉണ്ട് ഇവിടെ. ബ്ലോക്കും കാര്യങ്ങളും സ്ലൈഡും പിന്നെ ബോൾ പൂളും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. മക്കൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൂപ്പർ പ്ലേസാണ്. അതുപോലെ ഇവിടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ചെയ്യുന്നെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള സ്പേസും ഇവിടെ ഉണ്ട്.
പിന്നെ അവിടെ തന്നെ ഡ്രിങ്ക്സും ചോക്ലേറ്റ്സും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാൻ പറ്റുമായിരുന്നു.
അങ്ങനെ ഞങ്ങളുടേത് 1 hour കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ പോവലാണ്. ഓട്ടോ പിടിച്ച് അവിടുന്ന് തന്നെ ഓട്ടോ പിടിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോൾ പോകുന്ന ഇടയ്ക്ക് തന്നെ മക്കൾക്ക് എന്തെങ്കിലും ഫ്രൈഡ് ചിക്കൻ അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ ഹൊസങ്കടിയിൽ ബുഹാരി എന്നുള്ളൊരു കഫേയിൽ കയറിയിട്ട് അവിടെ ഫ്രൈഡ് ചിക്കനും കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഈ പ്ലേ ഏരിയയിലേക്ക് ആർക്കെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മക്കളെയും കൂട്ടി പോവുക. അപ്പോൾ നല്ലൊരു മക്കൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.